ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ കാലാവസ്ഥാ സൌഹൃദവും ഊർജ്ജ കാര്യക്ഷമവുമാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ആദ്യ ദിനം 14 പേർ പത്രിക നൽകി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചു. കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണ ഉണർത്തുന്ന ദുഃഖവെള്ളി ഇന്ന്. പള്ളികളിൽ കുരിശിന്റെ വഴി പ്രയാണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ കാലാവസ്ഥാ സൌഹൃദവും ഊർജ്ജ കാര്യക്ഷമവുമാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ സംഘത്തെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. നിർമ്മാണ മേഖലയിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ എഞ്ചിനീയർമാർ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ നൂതന സമീപനം സ്വീകരിക്കേണ്ടിവരുമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യറിയുടെ അഖണ്ഡത തകർക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപിച്ച് ഒരു കൂട്ടം അഭിഭാഷകർ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കത്തെഴുതി. ഹരീഷ് സാൽവെ, മനൻകുമാർ മിശ്ര, പിങ്കി ആനന്ദ് തുടങ്ങിയ പ്രമുഖ അഭിഭാഷകരാണ് കത്തയച്ചത്. ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാനും ജുഡീഷ്യൽ പ്രക്രിയയെ സ്വാധീനിക്കാനും കോടതികളെ അപകീർത്തിപ്പെടുത്താനും നിക്ഷിപ്ത താൽപര്യ സംഘം ശ്രമിക്കുന്നതായി അവർ കത്തിൽ ആരോപിച്ചു. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ രീതിയാണെന്ന് അഭിഭാഷകരുടെ കത്തിനോടുള്ള പ്രതികരണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ നിയമ സംവിധാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഇത്തരം പരാമർശം നടത്തുന്നത് അനുചിതമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ആദ്യ ദിനമായ ഇന്നലെ കേരളത്തിൽ 14 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രിക ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങി. തിരുവനന്തപുരം 4, കൊല്ലം 3, മാവേലിക്കര 1, കോട്ടയം 1, എറണാകുളം 1, തൃശൂർ 1, കോഴിക്കോട് 1, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് ഇന്നലെ പത്രികാ സമർപ്പണം നടന്നത്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 12 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 5-നും ജമ്മുകശ്മീരിൽ ഏപ്രിൽ 6-നും നടക്കും. വോട്ടെടുപ്പ് ഏപ്രിൽ 26-നാണ്. കേരളത്തിൽ 20 മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിൽ 14-ഇടത്തും രാജസ്ഥാനിലെ 13 സീറ്റുകളിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അതേസമയം ഒന്നാം ഘട്ടത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിലെ ഗയ, ഔറംഗാബാദ്, നവാഡ, ജുമി ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണം ഇന്നലെ പൂർത്തിയായി. 4-ഇടത്തുമായി 110 പത്രികകൾ സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. അടുത്ത മാസം 2 വരെ പത്രികകൾ പിൻവലിക്കാം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അസമിലെ 5 മണ്ഡലങ്ങളിലേക്ക് 36 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അംഗീകരിച്ചു. 2 പേരുടെ പത്രിക തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുള്ള വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന ഇതുവരെ എറണാകുളം ജില്ലയിൽ 3962 പരാതികൾ ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. ഇതിൽ 3916 എണ്ണം ശരിയാണെന്ന് കണ്ടെത്തി പരിഹരിച്ചു എന്നും അവർ അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ തിരുവനന്തപുരം ജില്ലയിലെത്തി. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി 2 നിരീക്ഷകരാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെലവ് നിരീക്ഷകൻ ആനന്ദ് രാജ് കാസർഗോഡ് ജില്ലയിലെത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം വരണാധികാരി K. ഇമ്പശേഖർ കളക്ടറേറ്റിൽ നിരീക്ഷകനെ സ്വീകരിച്ചു. കളക്ടർ ഒബ്സർവറുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു.
ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അർജുൻ മോഹന്റെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും നിയമവിദഗ്ധരും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. അസന്നിഹിത വോട്ടർമാർക്കുള്ള 12D അപേക്ഷാ ഫോം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദിനാണ് നേതൃത്വം. വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് VG കുഞ്ഞനാണ് 2ാമത്തെ അംഗം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ NIA നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ്. കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണ ഉണർത്തുന്ന ദുഃഖവെള്ളി ഇന്ന്. പള്ളികളിൽ കുരിശിന്റെ വഴി പ്രയാണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. സിറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര സഭകൾ സംയുക്തമായി തിരുവനന്തപുരം നഗരത്തിൽ കുരിശിന്റെ വഴി പ്രയാണം ഇന്ന് രാവിലെ നടത്തും. ഉയർപ്പ് തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ശനി അർദ്ധരാത്രിയും ഞായർ രാവിലെയുമായി വിവിധ ചടങ്ങുകൾ നടക്കും. യേശുക്രിസ്തുവിന്റെ ശിഷ്യരുമൊത്തുള്ള അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്നലെ ക്രൈസ്തവ സമൂഹം പെസഹ ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ക്രൈസ്തവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായി പെസഹ ശുശ്രൂഷ നടന്നു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. രാജസ്ഥാന് വേണ്ടി റിയാൻ പരാഗ് 45 പന്തിൽ നിന്ന് 84 റൺസ് നേടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. നിരവധി ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് UP ജയിലിൽ കഴിയുന്ന മുൻ MLA മുക്താർ അൻസാരി അന്തരിച്ചു. ഉത്തർപ്രദേശിലെ ബാംദ മെഡിക്കൽ കോളേജിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ജില്ലാ ജയിലിലായിരുന്ന അൻസാരിയെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അൻസാരിയുടെ മരണത്തെ തുടർന്ന് UPയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 60ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന മുക്താർ അൻസാരി 2 തവണ സമാജ്വാദി പാർട്ടിക്കായി മത്സരിച്ചിട്ടുണ്ട്. ഫലസ്തീനിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അംഗീകാരം നൽകി. വിദേശകാര്യമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള 23 മന്ത്രിമാരടങ്ങുന്നതാണ് പുതിയ സർക്കാർ. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കുക, മേഖലയിൽ നിന്ന് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ പിൻവാങ്ങൽ എന്നിവയാണ് രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയെന്ന് നിർദ്ദിഷ്ട ഫലസ്തീൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് അബ്ബാസിനെ അഭിസംബോധന ചെയ്ത് സമർപ്പിച്ച ക്യാബിനറ്റ് പ്രസ്താവനയിൽ പറയുന്നു. ഞായറാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഉത്തര കൊറിയയുടെ ആണവ പരിപാടിക്കെതിരായ UN ഉപരോധത്തിന്റെ നിരീക്ഷണം സംബന്ധിച്ച പ്രമേയം പാസാക്കുന്നത് റഷ്യ വീറ്റോ അധികാരം വിനിയോഗിച്ച് തടഞ്ഞു. 15-അംഗ കൌൺസിലിൽ 13 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തെങ്കിലും റഷ്യ വീറ്റോ അധികാരം വിനിയോഗിച്ചതോടെ ഫലമില്ലാതായി. ചൈന വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാവായ ഡാനിയൽ കാനിമാൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. 2002-ലാണ് അദ്ദേഹം നൊബേൽ നേടിയത്. ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന സാമൂഹ്യശാസ്ത്ര ശാഖയുടെ തുടക്കക്കാരിൽ ഒരാളാണ്. ചിന്താവൈകല്യങ്ങളെയും പ്രശ്നപരിഹാരത്തിന് തലച്ചോർ സ്വീകരിക്കുന്ന എളുപ്പവഴികളെയും സംബന്ധിച്ച ധാരാളം പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. 1934 മാർച്ചിൽ ടെൽ അവീവിലാണ് ജനിച്ചത്. താപനില ഉയരുന്നതിനാൽ കേരളത്തിൽ ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി വരെയും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി വരെയും താപനില ഉയരാനാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.
അടിസ്ഥാന സൌകര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ കാലാവസ്ഥാ സൌഹൃദവും ഊർജ്ജ കാര്യക്ഷമവുമാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ആദ്യ ദിനം 14 പേർ പത്രിക നൽകി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചു. കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണ ഉണർത്തുന്ന ദുഃഖവെള്ളി ഇന്ന് പള്ളികളിൽ കുരിശിന്റെ വഴി പ്രയാണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.